ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് എന്നത്തെയും പോലെ ജോലിക്ക് പോയിട്ട് തിരിച്ച് വീട്ടിൽ വന്നപ്പോഴത്തേക്കും എന്നെ കാത്ത് ഒരു സാധനം വീട്ടിലിതാ ഇരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു മോഡേൺ സ്പൈസസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുടെ കുറച്ച് സ്പൈസസ് ആണ്. അപ്പോൾ ഇത് നമുക്ക് തന്നിട്ടുള്ള ആരെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, ബാങ്കിൽ നിന്ന് പേഴ്സണൽ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ വക ഓണത്തിൻ്റെ ഒരു കോംപ്ലിമെൻറ്റ് ഗിഫ്റ്റാണ് കിട്ടിയത്. ശരിക്കും ഇത് സാധനം വന്നപ്പോഴത്തേക്ക് ഓണമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാലും സാരമില്ല, ഞങ്ങളുടെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു ഗിഫ്റ്റൊക്കെ കിട്ടുന്നത്. അപ്പം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഗിഫ്റ്റൊക്കെ കിട്ടുമ്പോൾ നമ്മുടെ ഒരു സന്തോഷമുണ്ടല്ലോ. അപ്പം ഇത് എൻ്റെ കൈ കിട്ടിയപ്പോഴത്തേക്ക് എനിക്ക് ആ ഒരു സന്തോഷമാണ് കേട്ടോ എനിക്ക് തോന്നിയത്. അപ്പോൾ ഈ ഒരു മോഡേൺ സ്പൈസസ് ഞാൻ സത്യം പറഞ്ഞ് ആദ്യമായിട്ടാണ് കാണുന്നത്. ഈ മോഡേൺ ചപ്പാത്തിയുടെ കട്ട ഫാനാണ് കേട്ടോ നമ്മുടെ, പക്ഷേ ഈ ഒരു സ്പൈസസ് ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പം അതിനകത്തുനിന്ന് പൊട്ടിച്ചൊക്കെ നോക്കിയപ്പോൾ ഇത്രയും ഐറ്റം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ പിന്നെ എന്താണ് എന്നുള്ള സാധനം, എന്തൊക്കെ ഉണ്ട് എന്നുള്ള സാധനം നിങ്ങളെ കൂടെ ഒന്ന് കാണിച്ചിരുന്നു ചേട്ടാ. അപ്പം ആദ്യത്തേത് എടുത്ത് നോക്കിയപ്പോഴത്തേക്കും വേറെ ഒന്നല്ല, നമ്മുടെ സാമ്പാർ പൗഡറാണ്. അങ്ങനെ സാമ്പാർ പൗഡർ നമുക്ക് വേണ്ടതാണല്ലോ എന്ന് വിചാരിച്ചു. എനിക്ക് സന്തോഷം, സാമ്പാർ പൗഡർ ഇനി വാങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അടുത്ത സാധനമാണ് നമ്മുടെ, ഞാൻ കേട്ടിട്ടില്ലാത്ത ഒരു സാധനമാണ് കിച്ചൺ കിങ് മസാല. നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ ഇങ്ങനത്തെ ഒരു മസാല? അപ്പം ഇതിനകത്ത് നോക്കിയപ്പോഴത്തേക്ക് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നോക്കിയപ്പോഴത്തേക്ക് നമ്മുടെ സാധാരണ ഉള്ള ഒരു സ്പൈസസ് അങ്ങനെ സാധനങ്ങളൊന്നും അല്ല കേട്ടോ. എന്ത് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് സ്പൈസസ് ഒക്കെ അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പം ഇതിനി വെച്ച് നോക്കണം. ഇത് നമ്മുടെ ഗരം മസാല പോലെയൊന്നും യൂസ് ചെയ്യാനുള്ള അല്ല എന്നുള്ളത് എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇനി എന്താണ് സംഭവം എന്നുള്ളതൊക്കെ തപ്പിപ്പിടിച്ച് എടുക്കണം ഇതിനകത്ത് എന്താണെന്നൊക്കെ ഉള്ളത്. അങ്ങനെ അടുത്തത് നമ്മുടെ ഗരം മസാലയാണ്. ഗരം മസാലയൊക്കെ അത്യാവശ്യമാണ് കേട്ടോ. ഇതൊക്കെ കിട്ടി, സത്യം പറഞ്ഞാൽ കുറച്ച് സാധനം കിട്ടിയപ്പോൾ നമുക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് ഇരുന്ന് 1-2 സാധനങ്ങളൊക്കെ ഉണ്ട്. അതിലൊന്നാണ് നമ്മുടെ സാമ്പാർ പൊടിയും ഈ ഒരു ഗരം മസാലയൊക്കെ. പിന്നെ ഈ ഒരു സാധനം ഞാൻ കണ്ടിട്ടില്ല, വച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അതാണ് നമ്മുടെ സബ്ജീസ് മസാല അല്ലേ. അപ്പം ഈ ഒരു സാധനം ഞാൻ ഉണ്ടാക്കിയിട്ടുമില്ല, എനിക്ക് അറിയത്തുമില്ല എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്. ഇനി നമുക്ക് യൂട്യൂബ് വീഡിയോ കണ്ടിട്ട് ഈ ഒരു സാധനം വെച്ചിട്ടൊക്കെ ഉണ്ടാക്കി നോക്കാം എങ്ങനെ ഇരിക്കുമെന്നുള്ളത്. പിന്നെ നമ്മൾ അടുത്ത സാധനം നമ്മുടെ റെഡ് ചില്ലി പൗഡറാണ്. റെഡ് ചില്ലി പൗഡറൊക്കെ നമുക്ക് അത്യാവശ്യം വേണ്ടതാണല്ലേ. അപ്പം മുളകിൻ്റെ 2 പാക്കറ്റ് ഉണ്ടായിരുന്നു. മുളക് മാത്രമല്ല, മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും, ഇത് 3ഉം 2 പാക്കറ്റ് വീതം ഉണ്ടായിരുന്നേ. അപ്പോൾ നമ്മുടെ 2 റെഡ് ചില്ലി പൗഡറൊക്കെ നമുക്ക് സാധാരണ വാങ്ങാൻ ഉള്ളതാണ്. അപ്പം ഇത് കിട്ടിയപ്പോൾ സന്തോഷം, ഇതും വാങ്ങണ്ടല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ ഉള്ളത് നമ്മുടെ കൊറിയാണ്ടർ അല്ലേ, നമ്മുടെ മല്ലിപ്പൊടിയാണ്. മല്ലിപ്പൊടിയും 2 പാക്കറ്റ് ഉണ്ട്. പിന്നെ ഉള്ളത് നമ്മുടെ അടുത്തെടുക്കാൻ പോകുന്നത് നമ്മുടെ മഞ്ഞൾപ്പൊടിയാണ്. കാണുമ്പോൾ അറിയാമല്ലോ, ഓരോ പാക്കറ്റിൻ്റെ കളർ വെച്ചിട്ടാണ് കേട്ടോ. കണ്ട, മഞ്ഞൾപ്പൊടി, മഞ്ഞ കളർ, കൊള്ളാം. ശരിക്കും ഈ മഞ്ഞൾപ്പൊടിയൊക്കെ ഭയങ്കര നല്ല സാധനമാണ് കേട്ടോ. നല്ല കട്ട മഞ്ഞയായിരുന്നു. അവരെഴുതി വെച്ചിരിക്കുന്നത് കെമിക്കൽസൊന്നും ചേർക്കുന്നില്ല, കളറൊന്നും ചേർക്കുന്നില്ല എന്നൊക്കെയാണ് എഴുതിയിട്ടുള്ളത്. പിന്നെ അടുത്തത് പാവ് ബജി മസാലയാണ്. ഇതും നേരത്തെ പറഞ്ഞ പോലെയാണ്, എനിക്കറിയില്ല സംഭവം എന്താണെന്നുള്ളത്. അപ്പോൾ ഇതെനിക്ക് ഉണ്ടാക്കി നോക്കാം. പിന്നെ ഉള്ളത് നമ്മുടെ ജീരകപ്പൊടി. സത്യം പറഞ്ഞാൽ ഈ ജീരകപ്പൊടിയൊക്കെ ഞാൻ വാങ്ങണം, അല്ലെങ്കിൽ ഉണ്ടാക്കി വെക്കുന്നതൊക്കെ വിചാരിക്കുന്ന കാര്യമാണ് കേട്ടോ. അപ്പം ജീരകപ്പൊടി ഞാൻ ഉപയോഗിച്ച് നോക്കി, നല്ലതാണ്. പിന്നെ നമ്മുടെ ഗരം മസാലയൊക്കെ എനിക്ക് തോന്നുന്നതൊരു തമിഴ് ടച്ചായിട്ടുള്ള മസാലകളാട്ടോ എല്ലാം. കാരണം നമ്മുടെ ഈ ഒരു ഗരം മസാല ഉണ്ടല്ലോ, നമ്മുടെയൊക്കെ ഗരം മസാലയിലാണെങ്കിൽ കൂടുതലും പെരുംജീരകത്തിൻ്റെ മണമല്ലേ. പക്ഷേ ഇത് നമ്മുടെ ജീരകത്തിൻ്റെ ആ ഒരു ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല പോലെ ഒന്നുമല്ല. അതുകൊണ്ട് നമ്മൾ നേരത്തെ കാണിച്ചില്ലേ കിച്ചൺ കിങ് മസാല, അത് ഞാൻ പൊടിച്ച് നോക്കി. അത് മസാലയുടെ ഒരു മണമല്ല കേട്ടോ. ഇതുപോലെ തന്നെ ജീരകത്തിൻ്റെ, മല്ലിപ്പൊടിയുടെ ആ ഒരു മണമാണ് കൂടുതലും മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ഒരു തമിഴ് ടച്ചായിട്ടുള്ള കുറച്ച് സ്പൈസസ് ആണ്. അപ്പം എന്തായാലും ഇത്രയും സാധനം തന്ന നമ്മുടെ ബാങ്കിന് 1000 നന്ദി പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു.